അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രധാനപ്പെട്ട നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ആത്മഹത്യ എന്നത്. ഇന്ന് അതിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്തുകൊണ്ട് ഒരു മുസ്ലിം അയാൾ മരണപ്പെട്ടാൽ അയാളുടെ മയ്യത്ത് സംസ്കരിക്കാൻ പറ്റുമോ? അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് കിതാബുകളിൽ പറയുന്നത്? അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് എത്രമാത്രം ഗൗരവമുള്ള തെറ്റാണ്? ഒരു മുസ്ലിമായ മനുഷ്യന് ആത്മഹത്യ ചെയ്യാൻ സാധിക്കുമോ? ഇത്തരം കാര്യങ്ങൾ ഈ ക്ലിപ്പിലുണ്ട്. ഇത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് നൽകുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളരെ പ്രധാനമായി നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആത്മഹത്യ എന്നത്. സ്വന്തം ശരീരത്തെ സ്വയമായി നാം കൊന്നുകളയുക എന്നതാണ് അതിന്റെ അർത്ഥം. ഖത്ലുൻ നഫ്സ്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് ഒരിക്കലും തന്നെ അതിന് സാധിക്കുകയില്ല. കാരണം ഒരു യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ, അവന് ദീനിയായി അറിവുള്ളവനാണെങ്കിൽ, ഒരു ചെറിയ കാലിൽ ഒരു മുള്ളു തിറക്കുന്നതിന് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലമുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയാതെ ശരീരം തന്നെ ഇല്ലാതെയാക്കുന്ന, ജീവൻ തന്നെ നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മുസ്ലിമിന് ഒരിക്കലും പോകാൻ സാധിക്കുകയില്ല. എന്നാൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ പരീക്ഷണങ്ങളുടെ ഗൗരവം കാരണം ബുദ്ധി തന്നെ നഷ്ടപ്പെട്ടുകൊണ്ട്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും. നാം ഈ സമയത്ത് ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ട മനുഷ്യർ, അവർക്ക് ഇവിടെ വന്നത് മുതൽ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുന്നത് വരെ വളരെ സുഖമായ സന്തോഷകരമായ ജീവിതം അല്ല അല്ലാഹു തീരുമാനിച്ചിട്ടുള്ളത്. പരീക്ഷണങ്ങൾ ഉണ്ടാവാം. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നും, ഏതെല്ലാം രീതിയിൽ പരീക്ഷണങ്ങൾ ആർക്കെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്നും നമ്മുടെ ഈ ചാനലിൽ തന്നെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന പേരിൽ നാം വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്. അത് കേട്ടാൽ വളരെയധികം ഉപകാരപ്പെടും എന്ന് ഉണർത്തുകയും, ആത്മഹത്യയെ സംബന്ധിച്ച് എന്താണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് എന്നതിലേക്ക് നാം തിരിയുകയും, ബഹുമാനപ്പെട്ട സറഹ് മുസ്ലിമിൽ ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു ബാബു ഖിലലി തഹ്രീമി ഖത്ലിൽ ഇൻസാനി നഫ്സഹു, ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തെ സ്വയം നശിപ്പിക്കുന്നത് ഹറാമാണെന്നതിന്റെ ഗൗരവത്തിന് വിവരിക്കുന്ന അധ്യായം എന്ന ഹെഡിങ് കൊടുത്തുകൊണ്ടാണ് ആ അധ്യായത്തിൽ ഹദീസുകൾ കൊടുത്തിട്ടുള്ളത്. 1-2 ഹദീസുകൾ മാത്രമാണ് ഞാൻ ഇവിടെ ഉന്നയിക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ ഫഹദീദതു ഫി യദിഹി യതവജ്ജഹു ബിഹാ ഫി ബത്നിഹി ഫി നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. മൻ ഖതല നഫ്സഹു, ആരെങ്കിലും അവന്റെ ശരീരത്തിനെ നശിപ്പിച്ചാൽ, കൊന്നുകളഞ്ഞാൽ, ബിഹദീദത്തിൻ, ഒരു ഇരുമ്പ് കൊണ്ട്, ഫഹദീദതു ഫി യദിഹി, അവൻ മരണപ്പെട്ട, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ആ ഇരുമ്പ് കയ്യിൽ കൊടുത്തുകൊണ്ട്, യതവജ്ജഹു ബിഹാ, അതുകൊണ്ട് അവൻ യതഹനു, അവൻ കുത്തുന്നതാണ്, ഫീ ബത്നിഹി, അവന്റെ വയറിലേക്ക്, ഫീ നാരി ജഹന്നം, നരകത്തിൽ കിടന്നുകൊണ്ട്, ഖാലിദൻ, ശാശ്വതമായിട്ട്, മുഖല്ലദൻ ഫീഹാ അബദ. 3 പദമാണ് ഇവിടെ ഉപയോഗിച്ചത്. ഒന്ന് ഖാലിദൻ
2 മുഖല്ലദൻ, 3 അബദൻ. മൂന്നിന്റെയും ഏകദേശ അർത്ഥം ഒന്നാണ്, ശാശ്വതമായി എന്നാണ്. ഇതേപ്രകാരം മുമൻ ശരിബ സുമ്മൻ, ഒരാൾ വിഷം തിന്നാൽ ഭക്ഷിച്ചാൽ, ഫഖതല നഫ്സു, അങ്ങനെ വിഷം മുഖേന അവന്റെ നഫ്സിനെ അവൻ നശിപ്പിച്ചാൽ, അവൻ നരകത്തിൽ ആ വിഷം തിന്നുകൊണ്ടേ ഇരിക്കും. ഖാലിദൻ മുഖല്ലദൻ ഫിഹാ അബദ, അതിൽ ശാശ്വതമായി കൊണ്ട് എന്നും അവനിക്കുള്ള ജോലി, ഒരു കാലമില്ലാത്ത കാലമായിട്ട് കാലാകാലം അവനിക്ക് അത് തന്നെ ആയിരിക്കും നരകത്തിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി താഴേക്ക് ചാടിക്കൊണ്ടൊരാൾ ആത്മഹത്യ ചെയ്താൽ, അവൻ ഒരു ഉയരമുള്ള സ്ഥലത്ത് നിന്ന് കീപ്പോട്ട് ചാടിക്കൊണ്ടേ ഇരിക്കും. ഫിനാരി ജഹന്നമ, നരകത്തിൽ. ഖാലിദൻ മുഖല്ലദൻ ഫിഹാ, ശാശ്വതമായിട്ട് അവനിക്കതായിരിക്കും അല്ലാഹു നൽകുന്ന ശിക്ഷ. ഇത് വളരെ ഗൗരവമുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞത്. ഒരാൾ ഒരു കത്തി പിടിച്ചുകൊണ്ട് അവന്റെ വയറ് കുത്തിക്കീറി അതോടുകൂടെ അവൻ ഇവിടെ മരിക്കുന്നുവെങ്കിൽ ആ മരണത്തോടുകൂടെ അവന്റെ ജീവിതം കഴിയുന്നില്ല എന്നതൊരു യഥാർത്ഥമാണ്. പിന്നീട് അവൻ നാളെ മാശറയിൽ, നാളെ നരകത്തിലേക്കാണ് അവൻ പോകുന്നത്. നരകത്തിൽ അവൻ ഇതേ പ്രവർത്തനം ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. കത്തിക്കൊണ്ട് അവൻ അങ്ങനെ അവന്റെ വയറ്റത്ത് കുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ മരിക്കും. വീണ്ടും അല്ലാഹു ജീവൻ നൽകും. വീണ്ടും അവൻ വയറ്റിന് കുത്തി അവൻ മരണപ്പെടും. വീണ്ടും ജീവൻ നൽകും. ഇത് ആവർത്തിച്ചുകൊണ്ട് ഇതാണ് അവനിക്കുള്ള ശിക്ഷ. വിഷം കുടിച്ചുകൊണ്ട് മരണപ്പെട്ട മനുഷ്യൻ വിഷം വയറ്റിലേക്ക് ചെല്ലുമ്പോൾ വലിയ പ്രയാസമാണ് അവനിക്കുണ്ടാകുന്നത്. അവന് വയറുവേദനയാകുന്നു, ഛർദിക്കുന്നു, മറ്റു പല പ്രയാസങ്ങളും ഉണ്ടാകുന്നു. ഇത് ഇവിടെ ഒരിക്കൽ സംഭവിക്കുന്നുവെങ്കിൽ നരകത്തിൽ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നും ഇത് തന്നെ അവനിക്ക് ശിക്ഷ. അതുപോലെ ഉയരമുള്ള ഒരു പർവ്വതത്തിന്റെയോ ബിൽഡിങ്ങിന്റെയോ മുകളിൽ നിന്ന് താഴേക്ക് വീണുകൊണ്ടാണ് അവന്റെ മരണം എങ്കിൽ അത് ഇവിടെ നരകത്തിൽ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കും എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പൊ ഇതൊരു വലിയ ശിക്ഷ തന്നെയാണ്. എന്നാൽ ഇവിടെ ശാശ്വതമായി എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് എന്താണ് പണ്ഡിതന്മാർ പറയുന്നത് എന്ന് പിന്നീട് നമുക്ക് പരിശോധിക്കാം. ഒരു ഹദീസ് കൂടി പറയുകയാണ്. ഹദ്ദസനാ ശൈബാൻ ഖാല സമീഅത്തുൽ ഹസന യഖൂലു, മാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന റജുലൻ മിമ്മൻ കാന ഖബലക്കും, നിങ്ങളുടെ മുൻകാലത്ത് ജീവിച്ചിരുന്ന ഒരു പുരുഷൻ, ഖറജത് ബി ഖുർഹത്തുൻ, അവനിക്കൊരു മുറിവുണ്ടായി. ഫലമ്മ ആദത്തുഹു, അങ്ങനെ മുറിവ് വലുതായി അയാൾക്കത് പ്രയാസമായപ്പോൾ, മിൻ കിനാനത്തിഹി, അയാളുടെ അമ്പിന്റെ കവറിൽ നിന്നൊരു അമ്പെടുത്തുകൊണ്ട് ഫനകഹഹ, അതിനെ അദ്ദേഹം കൊത്തി, ആ മുറിവിലേക്ക് കുത്തി വലുതാക്കി. ഫലം യർക ഇദ്ദമു, പിന്നീട് ആ രക്തം നിന്നില്ല. ഹത്താ മാത, മരിക്കുന്നത് വരെ. അങ്ങനെ അയാൾ മരണപ്പെട്ടു. ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഖദ് ഹറംതു അലൈഹിൽ ജന്ന, ഞാൻ അവന്റെ മേലിൽ നരകം, സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. സ്വർഗത്തിലേക്ക് അവന് ഇനി പ്രവേശിക്കാൻ പറ്റുകയില്ല. ഇത് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു സുമ്മ മദ്ദ യദഹു ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് കൈ ഉയർത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫഖാല, ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ വല്ലാഹി ലഖദ് ഹദ്ദസനി ബി ഹാദൽ ഹദീസ് ജുന്ദുബുൻ, അല്ലാഹു തന്നെ സത്യം, ഈ ഹദീസ് എനിക്ക് ബഹുമാനപ്പെട്ട ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, ഈ ഹാദൽ മസ്ജിദ്, ഈ പള്ളിയിൽ വെച്ചുകൊണ്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ സംഭവം വിവരിച്ചിട്ടുള്ളത്. വലിയ ഗൗരവമാണ് ഈ ഹദീസുകളിൽ രണ്ടിലും പറഞ്ഞിട്ടുള്ളത്. സ്വന്തം ശരീരത്തെ കൊന്നുകൊണ്ടുള്ള ആത്മഹത്യ എന്നത് വൻദോഷമാണ്, വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നവൻ കാഫിറാവുകയില്ല. അത് ഹലാലാണെന്ന് കരുതിയാൽ മാത്രമാണ് കാഫിറാവുക. മാനപ്പെട്ട ശറഹ് മുസ്ലിം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫീഹി അഖ്വാലുൻ, ഈ ആദ്യം പറഞ്ഞ ഹദീസിൽ ശാശ്വതമായി എന്നർത്ഥം വരുന്ന 3 പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞതിൽ അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, അഹദു അന്നഹു മഹ്മൂലുൻ അലാ മൻ ഫഅല ദാലിക മുസ്തഹില്ലൻ മഅൽമിഹി ബിത്തഹരീം, ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട്, അത് വലിയൊരു തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട്
അത് ഹലാലാണെന്ന് ഹലാലാക്കിക്കൊണ്ട് അങ്ങനെ ഒരാൾ ചെയ്താൽ ഇതിന് കുഴപ്പമില്ല എന്നും അയാള് ഹറാമിനെ ഹലാലാക്കിക്കൊണ്ട് ചെയ്താൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയാണ് ഹദീസിൽ പറഞ്ഞത്, ശാശ്വതമായി അയാൾ നരകത്തിലാകും. രണ്ട്, ഈ ഹദീസിൽ പറഞ്ഞ ശാശ്വതം എന്നതുകൊണ്ട് ഉദ്ദേശം കുറെ കാലം അയാളെ നരകത്തിലിടും എന്നാണ്. ഇങ്ങനെ ചെയ്ത ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ കാലം നരകത്തിലിട്ട് ശിക്ഷ നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. കാരണം മുസ്ലിമായി മരണപ്പെട്ട ഒരു വ്യക്തിയും ശാശ്വതമായി നരകത്തിൽ ഉണ്ടാവുകയില്ല. തെറ്റ് ചെയ്തത് കൊണ്ട് ഒരാളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയുമില്ല, ശിർക്കല്ലാത്ത മറ്റു തെറ്റുകളെ കൊണ്ട്. മൂന്നാമത്തെ അഭിപ്രായം, ഇത് തന്നെയാണ് അയാൾക്കുള്ള ശിക്ഷ. ഒരാൾ ആത്മഹത്യ ചെയ്താൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷയാണ് ഈ പറഞ്ഞത്. പക്ഷേ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു, ഒരു മുസ്ലിമായി മരണപ്പെട്ടവൻ ശാശ്വതമായി നരകത്തിൽ ഉണ്ടാവുകയില്ല എന്ന്. ഈ സംഭവങ്ങൾ, ഈ അഭിപ്രായങ്ങളെല്ലാം സഹീഹ് മുസ്ലിം 1/511 വ്യക്തമായി പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ ഇമാം നവവി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപ്രകാരം ശറഹുൽ മുഅദ്ദബ് എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഒരാൾ ആത്മഹത്യ ചെയ്താൽ അല്ലെങ്കിൽ ഗനീമത്ത് സ്വത്ത് മോഷ്ടിച്ചാൽ, അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്താൽ അയാളെ കുളിപ്പിക്കുകയും മയ്യത്ത് നിസ്കരിക്കുകയും വേണം എന്നതാണ് ശാഫിഈ മദ്ഹബ്. മാനപ്പെട്ട അബൂ ഹനീഫ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ ലാ യുസല്ലി അലൈഹിൽ ഇമാം, ഇമാം നിസ്കരിക്കാൻ പാടില്ല, മറ്റുള്ള ജനങ്ങളെ നിസ്കരിക്കാവൂ എന്നാണ് അഭിപ്രായം എന്ന് ശറഹുൽ മുഅദ്ദബ് 6266 നവവി ഇമാം രേഖപ്പെടുത്തിയതായി കാണാം. മാനപ്പെട്ട തുഹ്ഫ എന്ന് പറയുന്ന കിതാബിൽ ഇബ്നു ഹജർ തങ്ങൾ അതിന്റെ 3-ാം ഭാഗം 211 കാണാം, വഖാതിലുൻ നഫ്സി കഗൈരിഹി, ആത്മഹത്യ ചെയ്തവൻ അവനല്ലാത്തവനെ പോലെയാണ്. ഫിൽ ഗുസ്ലി, കുളിപ്പിക്കുന്ന വിഷയത്തിൽ ആത്മഹത്യ ചെയ്തവനും മറ്റു മുസ്ലിങ്ങളും സമമാണ്. വസ്സലാത്തി, നിസ്കരിക്കുന്ന കാര്യത്തിലും. ലിഖബരി അസ്സലാത്തു വാജിബത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമത്തിൻ ബർറൻ കാന ഔ ഫാജിറ, നല്ലവനാണെങ്കിലും തമ്മാടിയാണെങ്കിലും ശരി, എല്ലാ മുസ്ലിമിന്റെ മേലിലും മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കരിക്കൽ വാജിബാണെന്ന ഹദീസിന് വേണ്ടി അമിലൽ കബായിറ, വൻദോഷം ചെയ്താലും ശരി എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കണം എന്നാണ്. പിന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വേറൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആത്മഹത്യ ചെയ്തുകൊണ്ട് മരിച്ച ആളുടെ മയ്യത്ത് നിസ്കരിച്ചില്ല എന്ന്. ഈ ഹദീസിനെ പറ്റി ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാൻ എന്നവരെ അത് മൻസൂഖാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാർ ആ ഹദീസ് മൻസൂഖ് അല്ലാതെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ട ആളുടെ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി നിന്നു, നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള പ്രവർത്തനം ചെയ്യാതിരിക്കാൻ മറ്റുള്ളവർക്കൊരു പാഠത്തിന് വേണ്ടിയാണ്, അല്ലാതെ അയാൾ മുസ്ലിം അല്ലാത്തത് കൊണ്ടല്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫ ഭാഗം 3/211 വിവരിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത ആളുടെ കാര്യത്തിൽ മദ്ഹബുകൾ എന്ത് പറയുന്നു എന്ന് നോക്കാം. ബഹുമാനപ്പെട്ട ശാഫിഈ മദ്ഹബിൽ കുളിപ്പിക്കുകയും മയ്യത്ത് നിസ്കരിക്കുകയും വേണം എന്നാണ്. തുഹ്ഫ 3/211. ഹനഫി മദ്ഹബും കുളിപ്പിക്കുകയും മയ്യത്ത് നിസ്കരിക്കുകയും വേണം എന്ന് തന്നെയാണ്. ബഹറുർ റാഹിഖ് എന്ന കിതാബ്, അതിന്റെ മുസന്നിഫ് ഇബ്നു നജീം എന്നവർ ബഹറുർ റാഹിഖ് 2/215 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മാലിക്കി മദ്ഹബ് കുളിപ്പിക്കുകയും മയ്യത്ത് നിസ്കരിക്കുകയും വേണം, പക്ഷേ ഇമാം അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ്. അൽ ഫവാക്കിഹു ദവാനി എന്ന് പറയുന്ന കിതാബിൽ നഫ്രാവി എന്നവർ അതിന്റെ ഭാഗം 1/290 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹംബലി മദ്ഹബ് പറയുന്നതും കുളിപ്പിക്കുകയും മയ്യത്ത് നിസ്കരിക്കുകയും വേണം, പക്ഷേ ഇമാം അതിൽ പങ്കെടുക്കരുത് എന്നാണ്. ശറഹ് മുൻതഹൽ ഇറാദാത്ത് എന്ന കിതാബ് ഭാഗം 2/124 മുഗ്നി 2/218 അത് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്,
ആത്മഹത്യ എന്നത് വളരെ ഗൗരവമുള്ള ഒരു തെറ്റാണ്. അത് മനുഷ്യന് വലിയ ശിക്ഷയാണ് അതിന് നരകത്തിൽ നമുക്ക് ലഭിക്കാനുള്ളത്. അതുകൊണ്ട് അത് ചെയ്യാതെ നാം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഉന്നതമായ സ്ഥാനമാണ് ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ വിജയിച്ചാൽ, ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം ഇതുപോലെ പ്രവാചകന്മാരിൽ നിന്ന് അനേകം ആളുകൾ പരീക്ഷണങ്ങളെ അതിജയിച്ചവരുണ്ട്. അവരുടെ കൂടെ അവരുടെ ഉന്നത സ്ഥാനത്ത് നമുക്കെത്താൻ സാധിക്കും. അതുകൊണ്ട് എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും ആത്മഹത്യയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പാടില്ല എന്നതാണ് ഈ ക്ലിപ്പിലൂടെ ഇത് കേൾക്കുന്നവരോട് ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ഈമാനോടുകൂടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് ജീവിച്ച് പരിപൂർണ മുഅ്മിനായി മരിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അനേകം ആളുകളുണ്ട്, പ്രാർത്ഥന വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കട്ടെ. വിജയികളിൽ അവരെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.